ഇത് വെറുമൊരു യാത്രയല്ല, ഒരു സ്വപ്നം പോലെ തുടങ്ങുന്ന അനുഭവമാണ്. ഈ മേഘങ്ങളെ കടന്നു പോകുമ്പോൾ മുന്നിൽ കാത്തിരിക്കുന്നത് സ്വർഗം പോലുള്ളൊരു ദ്വീപാണ്. അതാണ് ഇന്തോനേഷ്യയിലെ ബാലി. നീലക്കടലും പച്ചപ്പും പുരാതന ക്ഷേത്രങ്ങളും എല്ലാം നിറഞ്ഞൊരു ലോകം. ഈ യാത്രയിലെ ഓരോ കാഴ്ചയും ഓരോ അനുഭവങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ പോകുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബാലിയുടെ ഇളം ചൂടുള്ള കാറ്റും വ്യത്യസ്തമായ വൈബും ഞങ്ങളെ സ്വാഗതം ചെയ്തു. അവിടെ നിന്ന് ബസ്സിൽ കയറി ഞങ്ങളുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി. മുന്നോട്ട് പോകുന്തോറും ബാലി പതുക്കെ പതുക്കെ സുന്ദരമായി ഞങ്ങളുടെ മനസ്സിലേക്ക് കയറി വരാൻ തുടങ്ങി. ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് വെറുമൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല. സംസ്കാരവും സൗന്ദര്യവും പൈതൃകവും സമാധാനവും എല്ലാം ചേർന്നൊരു ലോകമാണ്. അങ്ങനെ ബാലി യാത്രയുടെ ആദ്യ അധ്യായം ഇവിടെ തുടങ്ങുന്നു. ബാലിയിൽ ഞങ്ങൾ ആദ്യമായി കാണാൻ പോയത് ബാലിയിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായ മലാസ്തി ബീച്ച് കാണാനാണ്. ഉയർന്ന പാറക്കെട്ടുകളും നീല നിറത്തിലുള്ള കടലും വെള്ള മണലും ചേർന്ന അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഞങ്ങൾ പോയത് ബാലിയിലെ ഗഡവിഷ്ണു കെങ്കാന കാണാനാണ്. ഗഡവിഷ്ണു കെങ്കാന എന്നത് ബാലിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. വിഷ്ണു ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ വാഹനമായ ഗരുഡനെയും പ്രതിനിധീകരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിൽ ഒന്നാണിത്. ബാലിയുടെ ആത്മീയതയും കലയും പൈതൃകവും എല്ലാം നമുക്ക് ഇവിടെ ഒരുമിച്ച് കാണാൻ കഴിയും. ഈ പ്രതിമ കാണാൻ കുറച്ചധികം ദൂരം നമ്മൾ നടക്കേണ്ടതുണ്ട്. ഗരുഡവിഷ്ണു കെങ്കാന കൾച്ചറൽ പാർക്കിൽ സ്റ്റാച്യു കാണുന്നതിന് പുറമെ ട്രഡീഷണൽ ബാലിനീസ് ഡാൻസ് കാണാനുള്ള അവസരവും ലഭിച്ചു. ഡാൻസും ലൈവ് ട്രഡീഷണൽ മ്യൂസിക്കും എല്ലാം കൂടി വളരെ ഡിഫറൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ പോയത് ബാലിയിലെ ഉലുവാട്ടു ക്ഷേത്രം കാണാനാണ്. ബാലിയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന ഉയർന്ന ഒരു പാറക്കെട്ടിന് മുകളിലായിട്ടാണ് ഉലുവാട്ടു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ഇവിടെ എത്തുന്ന നിമിഷം മുതൽ തന്നെ ഒരു പ്രത്യേക വൈബ് നമ്മൾ ഫീൽ ചെയ്യും. കടലിൽ നിന്ന് അടിച്ചു വരുന്ന കാറ്റും താഴെ ശക്തിയായി അലയടിക്കുന്ന തിരമാലകളുടെ ശബ്ദവും ചേർന്ന് പൂർണ്ണമായ ഒരു ട്രാവൽ ആൻഡ് സ്പിരിച്വൽ അനുഭവമാണ് ഉലുവാട്ടോ നൽകുന്നത്. 11-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം സ്ഥാപിച്ചതാണെന്ന് പറയപ്പെടുന്നു. ബാലിയെ ദുഷ്ടശക്തികളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന സമുദ്ര ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഉലുവാട്ടോയെ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഇവിടെ വലിയ ആത്മീയ പ്രാധാന്യമുണ്ട്. സന്ധ്യാസമയം എത്തുമ്പോൾ ഉലുവാട്ടോയുടെ സൗന്ദര്യം ഒന്ന് വേറെയാകും. ബാലി യാത്രയിൽ പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു സ്ഥലമാണ് ഉലുവാട്ടോ ക്ഷേത്രം. ഉലുവാട്ടോ ടെമ്പിളിൽ സന്ധ്യാസമയത്ത് നടത്തുന്ന കെസക് ഡാൻസ് ബാലിയിലെ ഏറ്റവും സ്പെഷ്യൽ അനുഭവങ്ങളിൽ ഒന്നാണ്. സ്റ്റേജിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. പകരം ചുറ്റുമിരിക്കുന്ന പുരുഷന്മാർ ചക് 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 എന്ന് ഒരുമിച്ച് ചാൻഡിങ് ചെയ്യുന്നതാണ് ഈ ഡാൻസിന്റെ ഋതം. ഈ ഡാൻസ് രാമായണത്തിലെ കഥയെ ആധാരമാക്കിയതാണ്. ഫയർ ഡാൻസ് സീൻസും എക്സ്പ്രഷൻസും മൂവ്മെന്റ്സും എല്ലാം കൂടി കാണുന്നവരെ പിടിച്ചിരുത്തും. ഉലുവാട്ടോ ടെമ്പിളിൽ സൺസെറ്റ് സമയത്ത് കെസക് ഡാൻസ് കാണുന്നത് ഒരു പെർഫോമൻസ് കാണുന്നത് മാത്രമല്ല, ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് കൂടിയാണ്. അങ്ങനെ ബാലിയിലെ ആദ്യ ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു.